നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിലിക്കൺ കോമ്പൗണ്ട്സിനെ പറ്റിയാണ്. സോ ഏതൊക്കെയാണ് സിലിക്കൺ കോമ്പൗണ്ട്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പം സിലിക്കൺ യൂസ് ചെയ്യുന്ന എന്ന് വെച്ചാൽ മെയിനായിട്ടും 3 സിലിക്കൺ കോമ്പൗണ്ട്സ് ആണ് മൈക്രോ സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്നത്. സിലിക്കൺ ഡയോക്സൈഡ്, സിലിക്കൺ കാർബൈഡ്, പിന്നെ സിലിക്കൺ നൈട്രൈഡ്. ഓക്കെ, അന്നേരം അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സിലിക്കൺ ഡയോക്സൈഡ് ആകുമ്പോൾ SiO2, സിലിക്കൺ കാർബൈഡ് SiC, സിലിക്കൺ നൈട്രൈഡ് Si3N4. ആദ്യം നമുക്ക് സിലിക്കൺ ഡയോക്സൈഡ് നോക്കാം. There are 3 principal uses of silicon oxide in microsystems. What are they? As thermal and electrical insulator, as a mask in the etching of silicon substrate, as a sacrificial layer in surface micromachining. Silicon oxide is much stronger resistant to most agents than silicon. അന്നേരം നമ്മൾ സിലിക്കൺ സാധാരണയായിട്ട് മെയിനായിട്ട് 3 പ്രിൻസിപ്പൽ യൂസസ് ആണ് സിലിക്കൺ ഓക്സൈഡിനുള്ളത്. മൈക്രോ സിസ്റ്റത്തിൽ വരുമ്പോഴത്തേക്കും സിലിക്കൺ ഓക്സൈഡിന് മെയിനായിട്ട് 3 പ്രിൻസിപ്പൽ യൂസസ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ ഇൻസുലേറ്ററായിട്ട് യൂസ് ചെയ്യുന്നു, പിന്നെ മാസ്കായിട്ട് എന്താണ് എച്ചിങ്ങിൽ സിലിക്കൺ സബ്സ്ട്രേറ്റിൻ്റെ എച്ചിങ്ങിലുള്ള മാസ്കായിട്ട് നിങ്ങൾ VLSI പഠിച്ചിട്ടുള്ളതാണ്. അന്നേരം മാസ്കായിട്ട് ഏത് യൂസ് ചെയ്യുന്നുണ്ട്? സിലിക്കൺ ഡയോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സാക്രിഫിഷ്യൽ ലെയർ സർഫസ് മൈക്രോ മെഷീനിങ്ങിന് നമ്മൾ പഠിക്കും. അന്നേരം ആ സർഫസ് മൈക്രോ മെഷീനിങ്ങിലെ സാക്രിഫിഷ്യൽ ലെയറായിട്ട് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നു? ഈ സിലിക്കൺ ഓക്സൈഡ് യൂസ് ചെയ്യുന്നു. ഇനി ഈ സിലിക്കൺ ഓക്സൈഡിന് എന്താണ് സ്ട്രോങ്ങർ റെസിസ്റ്റൻറ്റ് ടു മോസ്റ്റ് എച്ചൻസ് ദാൻ സിലിക്കൺ. ഓക്കെ, അന്നേരം മിക്കവാറുമുള്ള എച്ചൻസിനെല്ലാം സിലിക്കൺ ഓക്സൈഡിന് എന്താണ് സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. ഇനി കുറച്ച് ടേബിളിൽ നിങ്ങൾ കാണുന്നത് കുറച്ച് പ്രോപ്പർട്ടീസാണ്. സിലിക്കൺ ഡയോക്സൈഡിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് ടേബിളിൽ കാണുന്നത്. ഇനി അടുത്ത് നമുക്ക് സിലിക്കൺ ഡയോക്സൈഡ് എങ്ങനെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം സിലിക്കൺ ഡയോക്സൈഡ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ഹീറ്റിംഗ് സിലിക്കൺ ഇൻ ആൻ ഓക്സിഡൻറ്റ് സച്ച് ആസ് ഓക്സിജൻ ഓർ വിത്തൗട്ട് സ്റ്റീം. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സിലിക്കൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിക്കണിനെ എന്തിന് വിധേയമാക്കുന്നു? ഓക്സിഡേഷന് വിധേയമാക്കുന്നു. ഈ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് 2 രീതിയിലുണ്ട്. ഒന്ന് ഡ്രൈ ഓക്സിഡേഷൻ, മറ്റേത് വെറ്റ് ഓക്സിഡേഷൻ. ഡ്രൈ ഓക്സിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്തില്ല? വാട്ടറിൻ്റെ അല്ലെങ്കിൽ സ്റ്റീമിൻ്റെ പ്രസൻസ് ഇല്ല. വെറ്റ് ഓക്സിഡേഷൻ ആകുമ്പോൾ എന്തും കൂടെയും കടത്തി വിടുന്നുണ്ട്, സ്റ്റീമും കൂടെയും കടത്തി വിടുന്നുണ്ട്. ഇത് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ VLSIയിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഓക്സിഡേഷൻ ഈസ് എഫക്റ്റീവ്ലി എ ഡിഫ്യൂഷൻ പ്രോസസ്സ്. ഓക്സിഡേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു ഡിഫ്യൂഷൻ പ്രോസസ്സ് തന്നെയാണ്. ദെയർഫോർ റേറ്റ് ഓഫ് ഓക്സിഡേഷൻ ക്യാൻ ബി കൺട്രോൾഡ് ബൈ സിമിലർ ടെക്നിക്സ് യൂസ്ഡ് ഫോർ മോസ്റ്റ് അതർ ഡിഫ്യൂഷൻ പ്രോസസ്സ്. നമുക്ക് റേറ്റ് ഓഫ് ഓക്സിഡേഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫ്യൂഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്തിട്ടുള്ള സിമിലർ ടെക്നിക്സ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. ടിപ്പിക്കൽ ഡിഫ്യൂസിവിറ്റി ഓഫ് സിലിക്കൺ ഓക്സൈഡ് ഈസ് at 900 degrees Celsius. In dry oxidation is 4 into 10 raised to minus 19 centimeter square per second for arsenic doped N-type silicon and 3 into 10 raised to minus 19 centimeter square per second for boron doped silicon. അന്നേരം ആർസനിക് ഡോപ്ഡ് ആകുമ്പം അല്ലെങ്കിൽ N ടൈപ്പ് സിലിക്കൺ ആകുമ്പോഴത്തേക്കും 4 into 10 raised to minus 19 centimeter square per second ആണ് ഡോപ്പിംഗ് റേറ്റ് എന്ന് പറയുന്നത്. 900 ഡിഗ്രി സെൽഷ്യസിലാണ്. അതേസമയം ബോറോൺ ഡോപ്ഡ് ആകുമ്പോഴത്തേക്കും ഡോപ്പിംഗ് റേറ്റ് എന്ന് പറയുന്നത് എത്ര ഏരിയയാണ്? 3 into 10 raised to minus 19 centimeter square per second. ഒരു സെക്കൻഡിൽ 3 into 10 raised to minus 19 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്താണ് ഏരിയ ഡോപ്പ് ചെയ്യുന്നത്. ബോറോൺ ആണ് നമ്മൾ P ടൈപ്പ് സിലിക്കൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, ദ പ്രോസസ് ക്യാൻ ബി ആക്സിലറേറ്റഡ് ടു മച്ച് ഫാസ്റ്റർ റേറ്റ് ബൈ ദ പ്രസൻസ് ഓഫ് സ്റ്റീം.
അന്നേരം ഈ ഡ്രൈ ഓക്സിഡേഷൻ്റെ കേസിലാണ്. നമ്മൾ വെറ്റ് ഓക്സിഡേഷൻ ആകുമ്പോൾ നമുക്ക് ഈ പ്രോസസ്സ് എന്താണ് ഈ ഓക്സിഡേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്ററായിട്ട് നമുക്ക് നടത്താൻ പറ്റും. ഹൈലി ആക്ടിവേറ്റഡ് H2O മോളിക്യൂൾസ് എൻഹാൻസ് ദ പ്രോസസ്സ്. അന്നേരം നമ്മൾ വെറ്റ് ഓക്സിഡേഷൻ ആകുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റീമും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അന്നേരം അതിനകത്തുള്ള ഹൈലി ആക്ടിവേറ്റഡ് ആയിട്ടുള്ള H2O മോളിക്യൂൾസ് ഈ പ്രോസസ്സിനെ എൻഹാൻസ് ചെയ്യും. അടുത്ത നമുക്ക് സിലിക്കൺ കാർബൈഡ് നോക്കാം. അന്നേരം ഈ സിലിക്കൺ കാർബൈഡ് നമ്മൾ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ല സ്റ്റെബിലിറ്റി ആണുള്ളത്. എന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചറിൽ അതിൻ്റെ ഡയമെൻഷണലും കെമിക്കൽ സ്റ്റെബിലിറ്റിയും ഒക്കെ വളരെ ഹൈ ആണ്. ഇറ്റ് ഹാസ് വെരി സ്ട്രോങ് റെസിസ്റ്റൻസ് ടു ഓക്സിഡേഷൻ ഈവൻ അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ. അതിന് ഓക്സിഡേഷന് വളരെ അധികം റെസിസ്റ്റൻ്റ് ആണ്. തിൻ ഫിലിംസ് ഓഫ് സിലിക്കൺ കാർബൈഡ് ആർ ഓഫൺ ഡിപ്പോസിറ്റഡ് ഓവർ മെംസ് കമ്പോണൻസ് ടു പ്രൊട്ടക്റ്റ് ദം ഫ്രം എക്സ്ട്രീം ടെമ്പറേച്ചർ. അന്നേരം നമ്മൾ ഈ സിലിക്കൺ കാർബൈഡിൻ്റെ തിൻ ഫിലിംസ് നമ്മൾ ഈ മെംസ് കമ്പോണൻറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം ടെമ്പറേച്ചറിൽ നിന്നും നമ്മുടെ ആ കമ്പോണൻറ്റിനെ മെംസ് കമ്പോണൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു, ഈ സിലിക്കൺ കാർബൈഡ് യൂസ് ചെയ്യുന്നു. അനദർ അട്രാക്ഷൻ ഓഫ് യൂസിങ് സിലിക്കൺ കാർബൈഡ് ഇൻ മെംസ് ഈസ് ദാറ്റ് ഡ്രൈ എച്ചിങ് വിത്ത് അലൂമിനിയം മാസ്ക് ക്യാൻ ഈസിലി പാറ്റേൺ the thin silicon carbide film. The patterned silicon carbide film can further used as a passivation layer or protection layer in micromachining for underlying silicon substrate, as silicon carbide can resist most common etchants such as potassium hydroxide and hydrogen fluoride. അന്നേരം ഇത് ഒരു പാസിവേഷൻ ലെയർ, സിലിക്കൺ കാർബൈഡ് എന്ന് പറയുന്നത് ഒരു പാസിവേഷൻ ലെയർ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മറ്റേ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അതേപോലെ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് പോലെയുള്ള കോമൺ എച്ചൻസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവും ഏതിനുണ്ട്? സിലിക്കൺ കാർബൈഡിന് ഉണ്ട്. ഇനി സിലിക്കൺ കാർബൈഡ് ഈസ് എ ബൈ പ്രോഡക്റ്റ് ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് സിംഗിൾ ക്രിസ്റ്റൽ സിലിക്കൺ ബൗൾസ് ആസ് silicon exists in the raw materials of carbon. The intense heating of these materials in electric arc furnace resulting in silicon carbide sinking to the bottom of the crucible. അന്നേരം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ CZ പ്രോസസ്സ് പഠിച്ചിരുന്നു. അന്നേരം CZ പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിലൊരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? ഈ സിലിക്കൺ കാർബൈഡാണ്. ആ ക്രൂസിബിളിൽ ലാസ്റ്റ് ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് സിലിക്കൺ കാർബൈഡാണ്. സിലിക്കൺ കാർബൈഡ് ഫിലിംസ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ വേരിയസ് ഡിപ്പോസിഷൻ ടെക്നിക്. അന്നേരം സിലിക്കൺ കാർബൈഡ് ഫിലിംസ് നമ്മൾ നമ്മുടെ മെംസ് ഡിവൈസസിലോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഏത് ടെക്നിക്ക് യൂസ് ചെയ്ത് തന്നെയാണ്? ഡിപ്പോസിഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് തന്നെയാണ്. അടുത്ത നമുക്ക് സിലിക്കൺ നൈട്രൈഡ് നോക്കാം. Silicon nitride has many superior properties that are attractive for MEMS and microsystems. It provides an excellent barrier to diffusion of water and ions such as sodium. ഇത് ഈ സിലിക്കൺ നൈട്രൈഡ് ഈ വാട്ടർ പിന്നെ കൂടാതെ സോഡിയത്തിൻ്റെ അയോൺസിനും എല്ലാം ഉള്ള ഒരു എക്സലൻ്റ് ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് അൾട്രാ സ്ട്രോങ് റെസിസ്റ്റൻസ് to oxidation and many agents make it suitable for mask for deep etching. അന്നേരം ഡീപ്പ് എച്ചിങ്ങിലുള്ള ഒരു മാസ്ക് ആയിട്ട് ഡീപ്പ് എച്ചിങ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മാസ്ക് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ സിലിക്കൺ നൈട്രൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻസ് ഓഫ് സിലിക്കൺ നൈട്രൈഡ് ഇൻക്ലൂഡ് ഒപ്റ്റിക്കൽ വേവ് ഗൈഡ്സ്, എൻകാപ്സുലൻസ് ടു പ്രിവെൻറ്റ് ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ ആൻഡ് അതർ ടോക്സിക് ഫ്ലൂയിഡ്സ് ഇൻ ടു ദ സബ്സ്ട്രേറ്റ്. It is also used as a high strength electrical insulators and ion implantation mask. അന്നേരം ഇത് ഏതായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്? ഹൈ സ്ട്രെങ്ത് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആയിട്ടും അയൺ ഇംപ്ലാന്റേഷനിലെ മാസ്ക് ആയിട്ടും എല്ലാം നമ്മൾ ഏത് യൂസ് ചെയ്യുന്നു? സിലിക്കൺ നൈട്രൈഡ് യൂസ് ചെയ്യുന്നു. ഇനി ഈ സിലിക്കൺ നൈട്രൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ produced from silicon containing gases and ammonia in the following reaction. എന്താണ് ആ റിയാക്ഷൻ നോക്കുക? 3SiCl2H2 + 4
ammonia gives Si3N4 plus 6HCl plus 6H2. ഈ ഒരു കെമിക്കൽ റിയാക്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സിലിക്കൺ നൈട്രൈഡ് ഫോം ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സിലിക്കൺ ഡയോക്സൈഡ്, സിലിക്കൺ കാർബൈഡ്, സിലിക്കൺ നൈട്രൈഡ് മൂന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം അടുത്ത ഒരു ലെക്ചറിൽ കാണാം. താങ്ക് യു.